നമസ്കാരം. ഹെർബൽ വണ്ടേഴ്സ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പ്രകൃതിദത്തമായ കൂണിൻ്റെ ഗുണങ്ങളും അതിൻ്റെ പാചക രീതിയുമാണ് നോക്കുന്നത്. ഇന്നത്തെ കാലഘട്ടത്തിലെ മനുഷ്യരെ വേട്ടയാടിക്കൊണ്ടിരിക്കുന്ന പ്രധാനപ്പെട്ട ഒരു പ്രശ്നമാണ് ജീവിതശൈലി രോഗങ്ങൾ. ജീവിതശൈലി രോഗങ്ങളുടെ പ്രധാന കാരണങ്ങളായി നമുക്ക് പറയാവുന്നത് അമിതമായ കൊഴുപ്പ്, അതുപോലെ ഉപ്പ്, പഞ്ചസാര എന്നിവ ഉപയോഗിക്കുന്നതിൻ്റെ കാരണം കൊണ്ടാണ്. ആരോഗ്യ വിദഗ്ധരെല്ലാം തന്നെ പറയാറുണ്ട് ഈ 3 വസ്തുക്കളും, കൊഴുപ്പും ഉപ്പും പഞ്ചസാരയും കുറവുള്ള ഭക്ഷണ പദാർത്ഥങ്ങളും അതുപോലെ തന്നെ ടിൻഡ് ഫുഡ്സ് അവ ഒഴിവാക്കണമെന്നും ജലാംശം കൂടുതലുള്ള, ഫൈബർ കൂടുതലുള്ള പച്ചക്കറിയും പഴവർഗ്ഗങ്ങളും കഴിക്കണമെന്നും. ഈ 3 കാര്യങ്ങളും വളരെ കുറവായിട്ടും അതുപോലെ തന്നെ ജലാംശം നല്ലവണ്ണമുള്ളതും പിന്നെ ഫൈബർ കണ്ടൻറ്റും അത്യധികമുള്ളതുമായ ഒരു അതിവിശിഷ്ടമായിട്ടുള്ള പ്രകൃതി തന്നെ കനിഞ്ഞനുഗ്രഹിച്ച് തന്നിരിക്കുന്ന ഒരു ഭക്ഷ്യയോഗ്യമായ വസ്തുവാണ് കൂൺ. കൂണിൻ്റെ ഗുണഗണങ്ങളെ പറ്റി നമുക്ക് ഒരുപാട് പറയാനുണ്ട്. കൂണിൽ താരതമ്യേന വളരെ കുറവാണ് കൊഴുപ്പ്. അതുപോലെ കൂണിലടങ്ങിയിരിക്കുന്ന ലിനോളിക് ആസിഡും അർബുദത്തെ പ്രതിരോധിക്കാൻ വളരെയധികം സഹായിക്കുന്നതാണ്. അമിത ഈസ്ട്രജൻ കൊണ്ടുണ്ടാവുന്ന പ്രശ്നങ്ങൾ, ഫൈബ്രോയിഡ്, സ്തനാർബുദം. ഇപ്പോൾ സ്തനാർബുദമൊക്കെ വളരെയധികം കൂടിക്കൊണ്ടിരിക്കുകയാണ്. അതിന് പല കാരണങ്ങളുണ്ട്. തൈറോയിഡ്, ഒബേസിറ്റി, PCOD ഇതെല്ലാം ഏകദേശം ഒരു ട്രയാഡിൽ നിൽക്കുന്ന അതുപോലെ കൂണിലടങ്ങിയിരിക്കുന്നത് അൺസാച്ചുറേറ്റഡ് ഫാറ്റി ആസിഡാണ്. അപ്പോൾ അത് നമ്മളുടെ ഹൃദയാരോഗ്യത്തിന് വളരെയധികം സംഭാവനകൾ ചെയ്യുന്നുണ്ട്. ഇന്നത്തെ കാലഘട്ടത്തിൽ ഹൃദ്രോഗികളുടെ എണ്ണവും കൂടി വരികയാണ്. ഹൃദ്രോഗം ഉണ്ടാകാതിരിക്കാനും ഈ കൂണിൻ്റെ ഗുണങ്ങൾ നമ്മളെ സഹായിക്കുന്നുണ്ട്. കൂൺ സൂപ്പർ ഫുഡുകളുടെ പട്ടികയിൽ പെട്ടിരിക്കുന്നു. നിങ്ങൾക്ക് പരിചിതമായ ഒരു സൂപ്പർ ഫുഡാണ് മുരിങ്ങയില, മുരിങ്ങയുടെ കായ എല്ലാം സൂപ്പർ ഫുഡ് ഗണത്തിലാണ് പെടുത്തിയിരിക്കുന്നത്. സൂപ്പർ ഫുഡ് എന്ന് പറഞ്ഞാൽ ന്യൂട്രീഷണലി ഹൈലി പാക്ഡ് ആയിട്ടുള്ളത്, ഒരുപാട് ന്യൂട്രീഷണൽ വാല്യൂസ്, ഹെൽത്ത് ബെനഫിറ്റ്സ് ഉള്ളതിനാണ് സൂപ്പർ ഫുഡ്സ് എന്ന് പറയുന്നത്. അതിലൊന്നാണ് ഈ കൂണ്. ഇമ്മ്യൂണിറ്റി നിലനിർത്തുവാൻ ഏറ്റവും ആവശ്യമുള്ള ഒന്നാണ് സെലിനിയം, അതുപോലെ വൈറ്റമിൻ B6, B12 ഒക്കെ, ഇതെല്ലാം വളരെയധികം അടങ്ങിയിട്ടുള്ളതാണ് ഈ കൂണ്. അപ്പോൾ അസിഡിക് ആയിട്ടുള്ള ഭക്ഷണങ്ങളാണ് കൂടുതലും അസുഖങ്ങൾ ഉണ്ടാക്കുന്നതും അതുപോലെ അസിഡിറ്റി ക്രിയേറ്റ് ചെയ്യുന്നതും. അതേസമയം കൂണ് ആൽക്കലിനാണ്. ആൽക്കലിൻ ഭക്ഷണ പദാർത്ഥങ്ങൾ ഏറ്റവും കൂടുതൽ ആരോഗ്യ പ്രദാനം ചെയ്യുന്നതാണ്. ഇപ്പോൾ നമുക്കറിയാം, നമ്മൾ കുടിവെള്ളത്തിൽ വരെ അതിനെ ആൽക്കലിൻ ആക്കാനുള്ള പല സംവിധാനങ്ങൾ ഇപ്പോൾ നിലവിൽ വന്നിട്ടുണ്ട്. അതുപോലെ അസിഡിറ്റി ഒരു വലിയ പ്രശ്നമാണ്. പലതരം ആഹാരങ്ങൾ, യാത്ര ചെയ്യുന്നവരും ജോലി ചെയ്യുന്നവരും കറക്റ്റ് സമയത്തല്ലാതെ ഭക്ഷണം കഴിക്കുന്നവർ, അങ്ങനെ ഒരുപാട് ഡൈജസ്റ്റീവ് ഇഷ്യൂസാണ് ഇന്നത്തെ കാലഘട്ടത്തിൽ ആളുകൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. കൂണിന് അതിനെല്ലാം മാറ്റാനുള്ള കഴിവുണ്ട്. ഞങ്ങൾക്ക് ഞങ്ങളുടെ പറമ്പിൽ നിന്നും ഏകദേശം 5-6 മുറം കൂണ് ലഭിക്കുകയുണ്ടായി ഈ മഴയിൽ. അപ്പോൾ അതിനെ ഒരു ദിവസം കൊണ്ട് എന്തായാലും നമുക്കത് കൺസ്യൂം ചെയ്യാൻ പറ്റില്ല. കൂൺ അവിടെ നിർത്തിയിരിക്കാനും പറ്റില്ല. അപ്പോൾ നമുക്കിത് എങ്ങനെ സ്റ്റോർ ചെയ്യാം എന്നുള്ളതെന്ന് വെച്ചാൽ, നമ്മൾ ഉപ്പും കുറച്ച് കൂടുതൽ മഞ്ഞൾപ്പൊടിയും ഇട്ട് വെള്ളത്തിൽ വേവിച്ച് ചൂടാറിയ ശേഷം നല്ലൊരു എയർ ടൈറ്റ് കണ്ടെയ്നറിലാക്കി ഫ്രീസറിൽ വെച്ചാൽ മതിയാകും. ഫ്രീസ് ചെയ്തിട്ട് നമ്മളൊരു 2 to 3 ഡേയ്സിനുള്ളിൽ ഇത് കൺസ്യൂം ചെയ്തിരിക്കാം. ഇനി നമ്മൾക്ക് വീഡിയോയിലേക്ക് പോവാം. കൂണെല്ലാം നന്നാക്കി. അപ്പോൾ ഇതിൽ ഞാൻ കുറച്ച് കൂടുതൽ എണ്ണ എടുത്തിട്ടുണ്ട്. കൂടുതൽ എണ്ണ, അതിൽ കടുക് താളിച്ചു. കടുകിന് ശേഷം വെളുത്തുള്ളി ചതച്ചിട്ടു. ഇഞ്ചി ഇട്ടിട്ടില്ല, വെളുത്തുള്ളി ചതച്ചിട്ടു. പിന്നെ സവോളയും തക്കാളിയും നെടുകെ കീറിയ പച്ചമുളകൊക്കെ ആവശ്യത്തിന് എരിവിനനുസരിച്ച് ഇടാം. ഇത്രയും ഇട്ട് ലേശം ഉപ്പും ഇട്ട് നമുക്ക് ഇതുപോലെ ഒന്ന് വഴറ്റി ഇനി ഇത് മൂടി വയ്ക്കാം. അധികമുണ്ടായിരുന്ന കൂണിനെല്ലാം ഞാൻ അരിഞ്ഞ് ഉപ്പും മഞ്ഞൾപ്പൊടിയും ചേർത്ത് ഈ ഒരു കലത്തിൽ വേവിക്കാൻ വെച്ചിരിക്കുകയാണ് ചെറുതീയിൽ.
അപ്പോൾ സവോളയും തക്കാളിയും പച്ചമുളകും ഒക്കെ നന്നായി വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് ഞാൻ ആവശ്യത്തിന് മുളക് പൊടി, നമ്മൾ സാധാരണ ഇടുന്നതിൽ നിന്ന് കുറച്ച് കൂടി നിൽക്കണം മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, പിന്നെ ഒരു 2 നുള്ള് ഗരം മസാല, ഇത്രയാണ് ചേർത്തിരിക്കുന്നത്. ഇതിൽ വെള്ളമൊന്നും ചേർത്തിട്ടില്ല. ഇനി നന്നായി പൊടികളുടെ പച്ചമണമൊക്കെ മാറുന്നത് വരെ ഇളക്കി വഴറ്റി കൊടുക്കുക. എണ്ണ തെളിഞ്ഞ് നല്ല പൊടികളൊക്കെ മൂത്ത് വരുമ്പോൾ വേണം നമുക്ക് കൂണിട്ട് ഇളക്കി കൊടുക്കുക. ഇപ്പം പൊടികളൊക്കെ മൂത്ത് എണ്ണ തെളിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് കൂണിടാം. അല്പം മഞ്ഞൾ പൊടിയും അല്പം ഉപ്പും കൂടി ചേർത്ത് തിരുമി വെച്ച കൂണാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഒരു വലിയ പാത്രം നിറയെ കൂണുണ്ട്. അപ്പോൾ ഞാൻ എന്തുകൊണ്ടാണ് ഈ പാത്രം നിറയെ ഇങ്ങനെ കുഞ്ഞ് കൂണിട്ടിരിക്കുന്നതെന്ന് വെച്ചാൽ കുക്കാകുമ്പോഴത്തേക്കും കൂണിൻ്റെ ക്വാണ്ടിറ്റി കുറഞ്ഞു വരും. ഞാനിത് ഇളക്കി യോജിപ്പിച്ച ശേഷം ഇതെങ്ങനെ വന്നുവെന്ന് കാണിച്ചു തരാം. ഞാനിപ്പോൾ നല്ലവണ്ണം ഇത് ഇളക്കി കൊടുത്തിട്ടുണ്ട്. മസാലയെല്ലാം കൂണിൻ്റെ എല്ലാ ഭാഗത്തും നന്നായി പിടിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഞാൻ വെള്ളമൊന്നും ഒഴിച്ചിട്ടില്ല. ഇപ്പോൾ തന്നെ നല്ലൊരു വാസനയാണ്. അപ്പോൾ ഇനി നമുക്ക് ഇത് അടച്ച് വെച്ച് ഒരു 3 മിനിറ്റ് വേവിച്ചെടുക്കാം. ഈ സമയം നമ്മുടെ വേകാൻ വെച്ച കൂണ് ഒന്നും ആയിട്ടില്ല, അതൊന്ന് ഇളക്കി കൊടുക്കണം. ഇങ്ങനെ നമ്മളിത് നന്നായി ഇളക്കി കൊടുത്തിട്ടുണ്ട്. അടിയിലുള്ളവയൊക്കെ ഏകദേശം വെന്ത് മുകളിൽ കിടന്നത് കൂടി നമ്മൾ താഴത്തേക്ക് ആക്കി കൊടുത്തിട്ടുണ്ട്. ഇത് പെട്ടെന്ന് തന്നെ വെന്ത് വരും. നന്നായി ഒരു 2 തിളയൊക്കെ ആകുമ്പോഴേക്കും നമുക്കത് ഓഫ് ചെയ്യാം. കൂൺ വേകാൻ വെച്ച സമയം കൊണ്ട് ഞാൻ കൂണ് അരിഞ്ഞതും അത് കഴുകാനെടുത്തതുമായ പാത്രങ്ങളെല്ലാം കഴുകി വെച്ചു. ആ സമയം കൊണ്ട് ഇതൊരു നല്ല ടിപ്പാണ്. കറി വേകുന്ന സമയം കൊണ്ട് നമ്മളപ്പോൾ ഉപയോഗിച്ച പാത്രങ്ങളൊക്കെ കഴുകി വെച്ചാൽ ജോലി വളരെ എളുപ്പമായിരിക്കും. അപ്പോൾ ഇതിൽ നിന്ന് തന്നെ കുറച്ച് വെള്ളം ഊറി വന്നിട്ടുണ്ട്. കണ്ടോ, കൂണിൽ നിന്നുള്ള വെള്ളമാണിത്. ഞാൻ വെള്ളമൊന്നും ഒഴിച്ചിട്ടില്ല. കൂണിൽ നിന്ന് തന്നെ ഇറങ്ങി വരുന്ന വെള്ളമാണിത്. ഇനി നമുക്കിതിൽ ഉപ്പ് നോക്കി ആവശ്യത്തിന് ഉപ്പിടാം. ഞാനിവിടെ ഹിമാലയൻ പിങ്ക് സോൾട്ടാണ് ഉപയോഗിക്കുന്നത്. ഈ ഉപ്പാണ് ഉപയോഗിക്കുന്നത്. ഞാൻ ഓൾറെഡി ഉപ്പ് ഇതിൽ മിക്സ് ചെയ്താണ് വെച്ചിരുന്നത്. അതുകൊണ്ട് എനിക്ക് അധികം ഉപ്പ് ഇടേണ്ട ആവശ്യമില്ല. സവോള വഴറ്റുന്ന സമയത്തും ഉപ്പ് ലേശം നമ്മൾ ഇട്ടിരുന്നു. അതുകൊണ്ട് ഉപ്പ് അധികമാകാതെ ശ്രദ്ധിക്കുക. ഉപ്പിട്ടതിന് ശേഷം അല്പം ഗ്രേവി കൂടി വേണമെന്നുള്ളവർക്ക് ഈ സമയത്ത് അല്പം വെള്ളം ഒഴിച്ചു കൊടുക്കാം. ചൂടുവെള്ളം ഒഴിക്കാൻ ശ്രദ്ധിക്കുക. നമ്മളിപ്പം തൊട്ടടുത്ത കലത്തിൽ തന്നെ ഇരുന്ന് വേവുന്നുണ്ടല്ലോ, അതിൽ നിന്ന് ലേശം വെള്ളം എടുത്ത് ഇങ്ങോട്ടേക്ക് ഒഴിച്ചാൽ മതിയാകും. ഒരുപാട് കൂണുള്ളവർക്ക്, ഇങ്ങനെ സൂക്ഷിച്ച് വെക്കാൻ പോകുന്നവർക്ക് ഇങ്ങനെ ചെയ്യാം. അല്ലെങ്കിൽ ലേശം വെള്ളം എടുത്ത് പച്ചവെള്ളം ഒഴിക്കാതെ ചൂടുവെള്ളം തന്നെ ഇതിൽ ആവശ്യത്തിന് ഗ്രേവി ചാറ് വേണമെന്നുള്ളവർക്ക് അങ്ങനെ ചെയ്യാം. എന്നിട്ട് ഒരല്പം ഉപ്പ് നോക്കി ആവശ്യത്തിന് ഉപ്പ് കൂടി ഇടുക. ഞാൻ അടുത്ത കലത്തിൽ നിന്ന് ലേശം വെള്ളം ഇതിലൊഴിച്ചു. ഒരു 1/4 കപ്പ് വെള്ളം ഒഴിച്ചു. ഏകദേശം ഒരു 80 മില്ലി ഉണ്ടായി. അത്രയും ഒഴിച്ചു. ഇപ്പം ആവശ്യത്തിന് ചാറുമുണ്ട്. ഇനിയൊരു 2 മിനിറ്റ് കൂടി നമുക്കൊന്ന് വേകാൻ വയ്ക്കാം. 2 മിനിറ്റ് കഴിഞ്ഞ് നമുക്ക് ഫ്രഷായിട്ടുള്ള കറിവേപ്പില ഇട്ട് ഇളക്കി മൂടി വെച്ച് എടുക്കാം. കറിവേപ്പില കുറച്ച് കൂടുതൽ ക്വാണ്ടിറ്റി തന്നെ ഞാനിവിടെ ചേർത്തിട്ടുണ്ട്. ഇവിടെ ഉണ്ടായ കറിവേപ്പില തന്നെയാണ്. കറിവേപ്പില കറികൾക്ക് സുലഭമായി വീട്ടിൽ കറിവേപ്പില ഉള്ളവർക്ക് നന്നായി തന്നെ കറിവേപ്പില കറികളിൽ ചേർക്കാൻ ശ്രദ്ധിക്കുക. ആ കറിവേപ്പില കളയാതെ കഴിക്കാനും കൂടി ശ്രദ്ധിക്കുക. കറിവേപ്പില വയറു സംബന്ധമായിട്ടുള്ള എല്ലാ പ്രശ്നങ്ങൾക്കും, വയറ്റിൽ എന്തെങ്കിലും വിഷാംശങ്ങളൊക്കെ പോയാൽ അത് ശമിക്കുവാനും എല്ലാം വളരെ നല്ല ഔഷധമാണ് കറിവേപ്പില. പലരും ഫുഡ് കഴിക്കുമ്പോൾ ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട് കറിവേപ്പില മാറ്റി വെച്ച് കളയും. കുഞ്ഞു പ്രായത്തിലൊക്കെ ഞാനും അത്തരത്തിലൊരാളായിരുന്നു. കറിവേപ്പില മാറ്റി വെച്ച് കളയുമായിരുന്നു. പക്ഷേ കറിവേപ്പിലയുടെ ഗുണങ്ങളും അതിൻ്റെ ഔഷധ പ്രയോഗങ്ങളെല്ലാം അറിഞ്ഞ ശേഷം ഞാൻ ഒരിക്കലും കറിവേപ്പില കളഞ്ഞിട്ടില്ല.
ഇത് നിങ്ങളും അങ്ങനെ ശ്രദ്ധിക്കുക. നമ്മുടെ അതിവിശിഷ്ടമായ കൂൺ കറി ഇവിടെ റെഡി ആയിരിക്കുകയാണ്. ഇനി നമുക്ക് സെർവ് ചെയ്യാം. കൂണിനെ പറ്റിയുള്ള ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. ഇതുപോലെ ഔഷധ ഗുണം കൂടിയ നല്ല നല്ല ഹെൽത്തിയർ ആയിട്ടുള്ള റെസിപ്പീസ് ഇനിയും ഈ ചാനലിലൂടെ നിങ്ങൾക്ക് ലഭിക്കും. അതിനായി സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. സംശയങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. നന്ദി, നമസ്കാരം.